ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ സിജോയും ജിൻഡോയും കൂടെ ഇന്നലെ തുടങ്ങിയ പ്രശ്നമാണ്. അത് ഇതുവരെയും തീർന്നിട്ടില്ല. ഓരോ കാര്യം പറഞ്ഞ് സിജോ ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ സിജോ ജിൻഡോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ കൈക്ക് പിടിച്ച് തള്ളി എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനോട് പറഞ്ഞു ജിൻഡോ. സിജോ ആണെങ്കിൽ ഇപ്പം കുറേ ദിവസമായിട്ട് അവൻ്റെ ആ ഒരു സംസാരത്തിൻ്റെ രീതി തന്നെ റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. അത് പ്രേക്ഷകരിൽ എത്ര ശതമാനം വോട്ട് സിജോയ്ക്ക് പോകുമെന്നറിയത്തില്ല. ഇതുവരെയുള്ള വോട്ടിങ്ങിൻ്റെ ആ ഒരു ശതമാനം നോക്കുമ്പോൾ ഇപ്പോൾ ജിൻഡോയ്ക്കും നല്ല രീതിയിൽ വോട്ട് കൂടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും കയറി സിജോയുടെ വോട്ട് പ്രതികരിച്ച് റൂഡായിട്ട് സംസാരിക്കാതെ കുറച്ച് കാര്യങ്ങളിൽ ജിൻഡോ ഒതുങ്ങി നിൽക്കുകയും പുള്ളിക്കാരന് ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറയാൻ പറ്റാത്ത രീതി വരുമ്പോൾ പുള്ളി അനങ്ങാതിരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രേക്ഷകർ നോക്കുമ്പോൾ എപ്പോഴും സിജോ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പ്രേക്ഷകർക്ക് തന്നെ ഒരു അരോചകമായിട്ടാണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ പാവത്താനെ പോലെ ഇരിക്കുന്നുവെങ്കിലും ജിൻഡോയ്ക്കിപ്പം വോട്ട് കൂടുതലായിട്ട് വരുന്നത്. എല്ലാവരുടെ മനസ്സിലും ജിൻഡോയ്ക്കൊരു പാവത്താനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും ഒരു സോഫ്റ്റ് കോർണർ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ജിൻഡോയെ പല സിറ്റുവേഷനിലും ഈ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ഒരു അപമാനിക്കപ്പെടുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജിൻഡോ പല കാര്യത്തിനും ഒരു അഭിപ്രായം പറയാത്തത്. ഇപ്പം പാവത്താനെ പോലെയാണ് ഇരിക്കുന്നത്. പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് കളിക്കാനായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റും ശ്രമിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ സിജോയൊക്കെ എപ്പോഴും റൂഡായിട്ടുള്ള ഈ ഒരു സ്വഭാവം കാണിച്ചാൽ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു രീതി എപ്പോഴും അതുപോലെ എടുക്കണമെന്നില്ല. പ്രേക്ഷകർക്ക് വേണ്ടിയത് കുറച്ച് റൊമാൻസ്, കുറച്ച് ഒരു പാവം ടൈപ്പ് അങ്ങനെയൊക്കെ ഇരുന്നെങ്കിൽ മാത്രമേ വോട്ടിൻ്റെ ആ ഒരു സാധ്യത വരത്തുള്ളൂ. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.